ഇടുക്കി മൂന്നാറിൽ വീണ്ടും കയ്യേറ്റം ഒഴിപ്പിക്കൽ. സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ച ഷെഡുകൾ പൊളിച്ചു നീക്കി. ദേവികുളം സബ് കളക്ടറിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് 11 ഷെഡുകൾ പൊളിച്ചു മാറ്റിയിരിക്കുന്നത്. வீடு வாசல் கூட இல்லாம நாங்க வாடகை வீட்டுல இருந்து 6000-7000 அடைச்சு சாயந்தரம் பாத்ரூமுக்கு கடைக்கு கஷ்டப்பட்டு நாங்க செய்யறோம். இந்த செட்டை வந்து இப்படி செஞ்சு நாங்க எவ்வளவோ பைசாம முடக்கினாங்க. இதோட 3 தடவை உடைச்சிட்டாங்க. எங்களுக்கு ஒரு நல்ல முடிவு எடுத்து கொடுக்க சொல்லுங்க. മൂന്നാർ MG കോളനി മേഖലയിൽപ്പെട്ട ഒത്തിരിയധികം സ്ഥലങ്ങളിൽ ഡിജിറ്റൽ സർവേയുടെ മറവിൽ അവർക്ക് കൈവശാവകാശം കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പേരിൽ ആൾക്കാർ കുറച്ച് നാളായി പുറമ്പൊക്കെ കയ്യേറി ഷെഡുകൾ കെട്ടുന്നുണ്ടായിരുന്നു. പല പ്രാവശ്യം പൊളിച്ച് നീക്കിയിട്ടും അത് വീണ്ടും വീണ്ടും അവർ കെട്ടുകയും അതിൽ കുറച്ച് പേര് കോടതി സ്റ്റേ വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കെട്ടിടങ്ങൾ എത്രയും പെട്ടെന്ന് പൊളിച്ച് മാറ്റേണ്ടതുണ്ട്. രാഹുൽ വിജയൻ വിവരങ്ങളുമായുണ്ട് ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, സർക്കാർ ഭൂമിയുടെ പുറമ്പോക്കിൽ കെട്ടിയ താൽക്കാലിക നിർമ്മിതികൾ അല്ലെങ്കിൽ ഷെഡുകളാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരെത്തി പൊളിച്ചു നീക്കുന്നത്. സ്വാഭാവികമായും അവരുടെ താമസ സ്ഥലമാണ്. അത് നീക്കം ചെയ്യുന്നതിൻ്റെ വൈകാരികമായ പ്രതികരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത്? കോടതി ഈ വിഷയത്തിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ടോ? ഇത് എത്ര കാലമായി ഇവരിവിടെ ഷെഡ് കെട്ടി താമസിക്കാൻ തുടങ്ങിയിട്ട്? ഏത് മേഖലയിലുള്ളവരാണ് ഇവിടെ താമസിക്കുന്നത്? മറ്റെന്തെല്ലാം വിവരങ്ങളാണുള്ളത് രാഹുൽ? 2 വർഷം മാത്രം പഴക്കമുള്ള കയ്യേറ്റങ്ങളാണ് ഇപ്പോൾ പൊളിച്ചു നീക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് റവന്യൂ വകുപ്പിന്റെ ഒരു വിശദീകരണം വരുന്നത്. 2024 മണ്ണിടിച്ചിലിനെ തുടർന്ന് മാറ്റി പാർപ്പിച്ച ചില കുടുംബങ്ങൾ ഉൾപ്പെടെ ഇവിടെ കയ്യേറ്റക്കാരായി വന്നിട്ടുണ്ട് എന്നുള്ളതും ഇവർ പറയുന്നുണ്ട്. അവർക്ക് പുനരധിവാസം ഉറപ്പാക്കാത്തത് എന്തുകൊണ്ട് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ്. ഈ കയ്യേറ്റം ഒഴിപ്പിക്കൽ എന്ന പേരിൽ ഈ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ പറയുന്നത് ഡിജിറ്റൽ സർവേ നടക്കുകയാണ്. ചിലർ ആളുകളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.